ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, മാർബിൾ കേക്കാണ്. അപ്പോൾ മാർബിൾ കേക്കിന് ഞാൻ എടുത്തിരിക്കുന്ന 200 ഗ്രാംസ് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ 200 ഗ്രാംസ് തന്നെ ഷുഗർ, അത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നു. പിന്നെ 200 ഗ്രാംസ് മൈദ എടുത്തിട്ടുണ്ട്, ഓൾ പർപ്പസ് ഫ്ലവർ. അത് ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ഇട്ടിട്ട് ഞാനത് സീവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അത് കഴിഞ്ഞിട്ട് ഞാനതിന് 4 മുട്ട എടുത്തു. പിന്നെ ഞാൻ 2 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫുഡ് കളർ. അപ്പോൾ ഇത് നമ്മൾ മാർബിൾ കേക്കിന് പല കളേഴ്സ് ഉപയോഗിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഈ 2 കളർ നമ്മൾ എടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നത്? ഇനി നമുക്ക് ആ ഷുഗർ ആഡ് ചെയ്യാം. മുട്ട ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഈ മുട്ട ആഡ് ചെയ്യുന്ന സമയത്താണ് ഈ വാനില എസൻസ് ആഡ് ചെയ്യുന്നത്. ഫ്ലഫി ആയിട്ട് നമ്മളിത് അടിച്ച് കഴിയും. ഇനി നമുക്ക് കുറേശ്ശെ മാവിടാം. ബാക്കിയിരിക്കുന്ന മാവും കൂടെ ഇട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ബട്ടർ മിൽക്കും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് മാവിൻ്റെ. മാർബിൾ കേക്കിന് ഇപ്പോൾ ഞാനിത് ഒരുമിച്ച് ചെയ്ത് ഈ ബാറ്ററിനെ ഞാനിത് 3 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ഒന്ന് പ്ലെയിൻ ആയിട്ട് വാനില ആയിട്ട് വെച്ചേക്കുക, ഒന്ന് നമുക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അത് അങ്ങോട്ട് മാറ്റാം. കുറച്ച് നമുക്ക് റെഡ് കളർ കൊടുക്കാനുള്ളത് ഞാൻ ഇതിലേക്കും മാറ്റുക. ഇത് വാനില ഉള്ളത് ഇതിനകത്തും വെച്ചേക്കും. ഇങ്ങനെ 3 കളേഴ്സ് ചെയ്യാനായിട്ടുള്ളത് ഇങ്ങനെ മാറ്റി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു 2-3 ഡ്രോപ്പ്, നമുക്ക് കളർ വേണ്ട അനുസരിച്ച് കുറച്ച് ഡ്രോപ്പ് ഇതിനകത്ത് ഒഴിച്ചു. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വേണ്ട കളർ നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ആയി. ഈ ചോക്ലേറ്റ് കളറിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഞാൻ ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ലേശം കുറച്ച്, അത് മിക്സ് ആകാൻ വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ച് പാല് ഒഴിക്കുക. അത് മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് പകരം നമുക്കിത് അരിച്ചു വിടാം. അതായത് എങ്ങനെയാണേലും കട്ടയില്ലാതെ അതിനകത്തോട്ട് ചേർക്കണം. അതാണ്. ഒരിക്കലും നമ്മൾ ഈ പൗഡർ വാങ്ങുമ്പോൾ അതിൽ കട്ട കാണും. അപ്പം ആ കട്ട ഒരിക്കലും പാടില്ല. അപ്പം അത് കട്ട ഇല്ലാതെ വേണം അതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട്. പേസ്റ്റായി.
ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതുപോലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതുപോലെ ഇതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കേക്കിൻ്റെ പാന് ഞാൻ കണ്ടോ ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോരാത്തതിന് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഡസ്റ്റ് ചെയ്യുന്നതെന്നല്ല. അപ്പം എല്ലാം ഡസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ ഇനി ഇത് എങ്ങനെയാണ് മാർബിൾ കേക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ വാനിലയുടെ ഇതെടുത്തിട്ട് ആദ്യം ഇവിടെ ഇടുക, ഈ ഒരു പൊസിഷനിൽ. പിന്നെ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇടുക. അങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇടുക. ഇതാദ്യം ഇടുക. അത് കഴിഞ്ഞ് നമുക്കിനി നമ്മുടെ ചോക്ലേറ്റ് എടുത്ത് ആ ഡിസ്റ്റൻസിൻ്റെ ഇടയ്ക്ക് ഒന്നിടുക. അതുപോലെ ഇത് ഇവിടെ ഇടുക. നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ശരിക്കും ഒന്ന് ഇതേണം, തട്ടണം. നമുക്ക് ഇങ്ങനെ തട്ടിയിട്ട് ഇതിനെ ലെവൽ ചെയ്യണം മാവിന്. അത് കഴിഞ്ഞ് ചെയ്യേണ്ടതെന്നാൽ ഒരു ടൂത്ത്പിക്ക് എടുത്തിട്ട് ആദ്യം ഇതിനൊന്ന് ലെവൽ ചെയ്യാനാണേ. ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പം ഇത് മിക്സ് ആയിക്കോളും മൊത്തമായിട്ട്. ഇത് ഒരു സൈഡ് മാത്രമല്ല, അടുത്ത് ഈ സൈഡും കൂടെ ഇങ്ങനെ ചെയ്യാം. കണ്ടോ? എന്നിട്ട് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിൽ ഒരു 45 മിനിറ്റ്സോളം നമുക്ക് 200 ഡിഗ്രിയിൽ വെക്കാം. നമ്മുടെ കേക്ക് ആയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കട്ടെ. തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ ഞാനിത് മുറിച്ച് കാണിക്കാം. നമ്മുടെ കേക്ക് തണുത്തു. നമുക്ക് അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടോ, എന്ത് നല്ല അടിപൊളിയായിട്ട് വന്നു നമ്മുടെ മാർബിൾ കേക്ക്. ഞാനിത് പീസാക്കി ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഈ മാർബിൾ കേക്ക് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവും. കണ്ടോ? നോക്കിയേ, കണ്ടോ? മാർബിൾ പോലെ തന്നെ നല്ല കളേഴ്സ് ആയിട്ടിരിക്കുന്നു. കണ്ടോ? ഭയങ്കര സോഫ്റ്റ് ആണ്, കണ്ടില്ലേ കേക്ക്? അപ്പോൾ ഈ മാർബിൾ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻസും എല്ലാം എനിക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ആൾ.